ഞാനിന്ന് ദുബായിലെ ദേര എന്ന പ്രദേശത്താണ്. പ്രവാസി മലയാളികളുടെ ജീവിത അനുഭവങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുവാനും പഠിക്കുവാനുള്ള ഒരു വലിയ പാഠപുസ്തകം തന്നെ നൽകുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ജോലി എന്ന സ്വപ്നവുമായി ഈ പ്രവാസ മണ്ണിലേക്ക് വന്നിറങ്ങുന്ന നമ്മുടെ മലയാളികൾ, അവരുടെ കഠിനാധ്വാനത്തിൻ്റെയും ആത്മാർത്ഥതയുടെയും സത്യസന്ധതയുടെയും കഥയാണ് ഐക്കൻസ് ഓഫ് അറേബ്യ. ആ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ, നമുക്ക് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവരുടെ ജീവിത അനുഭവങ്ങളുണ്ട്. ആ അനുഭവങ്ങളെ, ആ പ്രതിസന്ധികളെ, ആ പ്രശ്നങ്ങളെ അതിജീവിക്കാനുള്ള ആ മനക്കരുത്ത് അവർക്ക് എവിടെ നിന്നാണ് നേടിയത്, അതാണ് നമ്മൾ ഐക്കൻസ് ഓഫ് അറേബ്യയിലൂടെ നിങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കുന്നത്. ഇന്ന് അത്തരത്തിലുള്ള ഒരു മലയാളിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുവാൻ പോകുന്നത്. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയ്ക്കടുത്തുള്ള ചെങ്ങമനാട് എന്ന പ്രദേശത്ത് നിന്നും ഏതാണ്ട് 23 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാസ ജീവിതം ആരംഭിച്ച പ്രിയൻ ദാസാണ് നമ്മുടെ അതിഥി. അദ്ദേഹത്തിൻ്റെ ബിസിനസ് സംരംഭങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവങ്ങളെക്കുറിച്ചും നമുക്ക് ചോദിച്ചറിയാം. അതിനു മുമ്പ് മിസ്റ്റർ പ്രിയൻ ദാസിനെ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നമസ്കാരം. കൊട്ടാരക്കര ചെങ്ങമനാടാണ്. അതെ, അവിടെയാണ് ജനിച്ചത്. അതെ. പിതാവ് ഹോമിയോ ഡോക്ടറാണ്. പേര് KR ശിവദാസ്. മൂത്ത മകനാണ്. ബാക്കി രണ്ട് സിസ്റ്റേഴ്സാണ്. സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ ചെങ്ങമനാടായിരുന്നു. വെട്ടിക്കോല ഗവൺമെൻറ് ഹൈസ്കൂളിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് പുന്നൂർ എസ് കോളേജിൽ പഠിച്ചു. ITI ഒരു വർഷം പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കമ്പനി, ചെറിയ കമ്പനിയിൽ സ്പെഷ്യലൈസ് ചെയ്തത് ഇലക്ട്രോണിക്സ് ആണ്. അത് കംപ്ലീറ്റ് ചെയ്തിട്ട് കൊല്ലത്ത് അസോസിയേറ്റഡ് പ്ലാന്റേഷൻ എന്ന് പറഞ്ഞ കമ്പനിയിൽ ഒരു വർഷം ജോലി ചെയ്തു. അതിനുശേഷമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അതൊരു യാദർച്ഛികമായിരുന്നു നമ്മൾ ഗൾഫിലേക്ക് വരാനുണ്ടായ സാഹചര്യം. തീർച്ചയായിട്ടും. ഞാനന്ന് എല്ലാവരെയും പോലെ നാട്ടിൽ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്ത് ഇലക്ട്രോണിക്സിൻ്റെ പണികളൊക്കെ ചെയ്ത് ഇങ്ങനെ പോകുന്ന കാലം. അപ്പോൾ നാട്ടിലേക്കാട്ടി അന്ന് കുറച്ച് ചില്ലറയൊക്കെ കിട്ടുന്നു. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നല്ല ബെനിഫിഷ്യറി എന്ന് പറയുന്ന ഗൾഫാണ് അന്നത്തെ കാലത്ത്. എല്ലാവർക്കും സ്വപ്നം ഗൾഫ് തന്നെയാണ്. പക്ഷേ അന്നത്തെ ചില കൂട്ടുകാരുടെ ഒരു സൗഹൃദം കൊണ്ട് അവരെ വേർപിരിയാനുള്ള അതുകൊണ്ട് അവിടെ തന്നെ നിൽക്കാനുള്ളൊരു ഇത് ഉണ്ടായി. അങ്ങനെ എടുത്തു. ആ സമയത്താണ് അച്ഛൻ ഇങ്ങനെ ഒരു പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്തതും അച്ഛൻ്റെ ഒരു ഫ്രണ്ട് വഴി ഗൾഫിലോട്ട് വരാൻ വേണ്ടി സാഹചര്യം ഒരുങ്ങി. നമുക്ക് ഈ മണ്ണിലേക്ക് വന്നിറങ്ങാനുള്ള ഒരു വിധി കിടക്കുന്നു. അങ്ങനെ 1995 ഒക്ടോബർ മാസം ഒക്ടോബർ 20-ആം തീയതി എല്ലാ പ്രവാസികളെയും പോലെ ഒരു ജോലി എന്ന സ്വപ്നവുമായിട്ട് ഇവിടെ വന്നിറങ്ങുന്നു. തുടക്കം തന്നെ ഒരു ജോലി ഉണ്ടായിരുന്നു. തുടക്കം തന്നെ ജോലിയുണ്ട്. ജവലി ഫ്രീ സോണിനകത്തായിരുന്നു ജോലി ചെയ്ത്. അവിടെ ഒരു 9-10 വർഷത്തോളം അവിടെ തന്നെ ഒരു കമ്പനി തന്നെ സ്ഥിരമായിട്ട് ജോലി ചെയ്തു. ആ ജോലിയിൽ നിന്ന് കിട്ടിയ ഒരു അനുഭവ പരിചയ സമ്പന്നത ആണ് മനുഷ്യനെ എപ്പോഴും നമുക്ക് വീണ്ടും നമ്മൾ ഇന്ന് കാണുന്ന ഒരു മേഖലയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കാൻ കാരണം. അതെ, തീർച്ചയായിട്ടും. നമ്മളിപ്പം ഒരു ജോലിയിലോട്ട് പ്രവേശിച്ച് കഴിയുമ്പോൾ നമ്മൾ വലിയ സാലറിയോ അങ്ങനെയൊന്നും പ്രതീക്ഷിക്കാതെ നമ്മുടെ ജോലി, നമ്മൾ ഏത് ജോലി ചെന്നാലും അത് കൃത്യമായിട്ട് ചെയ്യാൻ ഉള്ള ഒരു മനക്കരുത്ത് ഉണ്ടാവുക എന്നുള്ളതാണ് ആദ്യം വേണ്ടത്. ഇപ്പം പലരെയും ഞാൻ കാണുന്ന ഇവിടെ വന്നിട്ടുണ്ട്. അവർക്കാർക്കും ഒരു ഇല്ലാത്ത ഒരു എത്രയും പെട്ടെന്ന് കാശ് ഉണ്ടാക്കണം എന്നുള്ള ഒരു ചിന്തയാണ്. അന്ന് ആ ചിന്താഗതി അല്ലായിരുന്നു. നമുക്ക് ഇപ്പോൾ ഇലക്ട്രോണിക്സ് ആണ് പഠിച്ച് അവിടെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പോലും ഇവിടെ വന്നിട്ട് നമ്മൾ പല ജോലി ചെയ്യാനും താല്പര്യം കാണിച്ചിരുന്നു എന്നുള്ളത്. തീർച്ചയായിട്ടും. ആ ഒരു ഇവിടെ വന്ന് ഇലക്ട്രിക്കലാണ് കിട്ടിയെങ്കിലും ഞാനിവിടെ നമ്മുടെ ഗാർബേജ് ഷൂട്ടാണ് നമ്മളിപ്പം ചെയ്യുന്നത്. ആ ഒരു കമ്പനി ചെയ്തതും ഗാർബേജ് ഷൂട്ടിൻ്റെ പ്രൊഡക്ഷനാണ്, വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. അപ്പോൾ ആ ട്യൂബ് ഉണ്ടാക്കാനും അതിനെ ചുമന്ന് ബിൽഡിങ്ങുകളിൽ കയറ്റാനും അത് ഇൻസ്റ്റാൾ ചെയ്യാനും എല്ലാം ഇൻസ്റ്റലേഷൻ ആയിരുന്നു അന്നേ കൂടുതലായിട്ടും. പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അല്ലേ? കാരണം അതാണ് പ്രധാനമായിട്ട്. നമ്മളിപ്പോൾ എന്ത് ചെയ്താലും അത് അന്നേരം തന്നെ അതിൻ്റെ ഏറ്റവും അങ്ങേ തലം വരെ എത്താനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തും. അത് ഇപ്പം ഗാർബേജ് ഷൂട്ടിൻ്റെ ആ ഒരു ട്യൂബ് കൊണ്ടുപോകുമ്പം അത് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്, അതെല്ലാം അന്ന് തന്നെ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഡിസൈനിങ്ങും ഒക്കെ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. ആ കമ്പനി എനിക്ക് കിട്ടിയ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ തുടങ്ങിയ സമയം മുതൽ അതിൻ്റെ കമ്പനി പ്രൊഫൈൽ എങ്ങനെ ഉണ്ടാക്കണമെന്നും ഒരു മീറ്റിങ്ങിന് പോകുമ്പോൾ എങ്ങനെ ആയിരിക്കണമെന്നും അതെല്ലാം അന്നത്തെ ആ മാനേജർമാരുടെ കൂടെയൊക്കെ നടക്കുമ്പം നമുക്കത് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ദൂരെ നിന്നായാലും നമ്മൾ പലതും കണ്ട് മനസ്സിലാക്കും. നല്ലൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെയായിരുന്നു 9 വർഷം ആ കമ്പനി തന്നെ തുടരാൻ സാധിച്ചത്.
അതെ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ 2003 ഇതിനെക്കാട്ടി പൊരി എന്ന് പറയുന്നത്, നമുക്കിപ്പം ആരെങ്കിലും ഒരു കമ്പനിയിൽ സാലറി കൂട്ടി തന്നില്ലെങ്കിൽ നമ്മൾ പിണങ്ങി നിൽക്കുന്ന ഒരു സ്വഭാവം കാണിക്കും. പക്ഷെ നമുക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അന്ന് കൂടുതൽ അന്നേരം പിണങ്ങും തുറം ഒരു പ്രാവശ്യം ഇൻക്രിമെൻറ്റ് നമുക്ക് കിട്ടിയില്ലെങ്കിൽ അതിനെക്കാട്ടി കൂടുതൽ ആ കമ്പനിയിൽ എന്ത് മനസ്സിലാക്കാം എന്നുള്ളൊരു ചിന്ത മാത്രമായിരുന്നു മനസ്സിലുണ്ടായിരുന്നു. 2003-2004 പുതിയൊരു കമ്പനിയിലേക്ക് നമ്മൾ ചുവട് മാറ്റി. അത് 2003 കല്യാണം കഴിഞ്ഞ ശേഷം ഫാമിലി ഇവിടെ വന്നതിന് ശേഷം ഞാൻ അടുത്ത കമ്പനിയിലോട്ട്. ഇവിടെ നിന്നാണ് വിവാഹം കഴിച്ചത്? ഞാൻ അഞ്ചൽ. ആയൂർ. വൈഫിന്റെ പേര് ജ്യോതി. ഇവിടെ ജോലിക്ക് വർക്ക് ചെയ്യായിരുന്നു ഞാൻ അന്ന് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പുള്ളിക്കാരി ഇവിടെ കൊണ്ടുവരുന്നതും വിസിറ്റിങ്ങിൽ കൊണ്ടുവന്ന് ജോലി. ഗവൺമെൻറ്റാണ് പുള്ളിക്കാരി വർക്ക് ചെയ്യുന്നത്, ലത്തീഫ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. അപ്പം നേഴ്സാണ്, സ്റ്റാഫ് നേഴ്സാണ്. അപ്പം ആ സമയത്ത് തന്നെ ഞാൻ വേറൊരു കമ്പനിയിൽ എന്നെ വിളിച്ചു. ആ കമ്പനി ഞാൻ ജോയിൻ ചെയ്തു. ഒരു വർഷം അതിനകത്ത് ജോലി ചെയ്തു. പക്ഷേ സാലറി ഒന്നും കിട്ടാതെ വന്നു. പറഞ്ഞ സമയത്ത് സാലറി ഇല്ല, കൂടുതൽ വർക്കുകളുടെ കമ്മീഷൻ തരാമെന്ന് പറഞ്ഞാൽ കമ്മീഷനില്ല. അങ്ങനെ വന്നപ്പം എനിക്ക് ഇത്രത്തോളം വർക്കുകൾ വരുന്നുണ്ട്, പിന്നെ ഞാൻ എന്തിന് നിൽക്കണം, എനിക്ക് തന്നെ ചെയ്യാം. ഞാൻ ആ കമ്പനിയിലെ എല്ലാ ഡിസൈനും കാര്യങ്ങളും എല്ലാം കൊടുത്ത് എല്ലാം റെഡിയാക്കി കൊണ്ടുവന്നപ്പോൾ നമുക്ക് തന്നെ ചെയ്താലോ എന്നുള്ളൊരു ചിന്ത അന്ന് തോന്നി. അന്ന് മുതലാണ് ആരംഭിച്ചത്. അപ്പോഴാണ് നമ്മൾ പുതിയൊരു കമ്പനിയെ കുറിച്ചുള്ള തുടക്കമായത്. അത് ദുബായ് ഇന്റർനാഷണൽ എന്ന് പറഞ്ഞാണ് കമ്പനി. ആദ്യം മനസ്സിൽ ദുബായ് ഇന്റർനാഷണൽ എന്ന് മാത്രമേ കണ്ടുള്ളൂ. ആ സമയത്ത് തന്നെ ഒരു കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാൻ കുറച്ച് മെയിൻ്റനൻസ് വർക്കുകളൊക്കെ ചെയ്തു തുടങ്ങി. കമ്പനിയുടെ ലെറ്റർ ഹെഡ് ദുബായ് ഇന്റർനാഷണൽ തന്നെ ഉണ്ടാക്കി അത് ചെയ്ത് കൊടുത്തു. പക്ഷെ അന്ന് ലൈസൻസ് ആയില്ല, കമ്പനി അക്കൗണ്ട് ആയില്ല. ജസ്റ്റ് ഓഫീസ് ഒരെണ്ണം വീട്ടിൻ്റെ സൈഡിൽ തന്നെ ഒരു ഓഫീസ് സെറ്റ് ചെയ്തു. അങ്ങനെ ഉള്ള അത് കൃത്യമായിട്ടൊരു ഓഫീസില്ല. എന്നെ അറിയാവുന്ന ആൾക്കാരുടെ അടുത്തു നിന്നുള്ള വർക്കുകൾ മാത്രം കൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പം ആ സമയത്ത് ഒരു 60,000 ദിർഹംസിൻ്റെ ചെക്ക് കയ്യിലായി. പക്ഷേ അത് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. ബാങ്ക് അക്കൗണ്ട് വേണം, കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടില്ല. അപ്പം കമ്പനി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി അപ്രോച്ച് ചെയ്തപ്പം ദുബായ് ഇന്റർനാഷണൽ എന്നുള്ള പേര് കൊടുക്കില്ല എന്ന് പറയുന്നത്. ദുബായ് ഇന്റർനാഷണലിന് മാത്രം കൊടുക്കില്ല. അപ്പോൾ എൻ്റെ അടുത്ത് അറബി ചോദിച്ചു, നിനക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ പറഞ്ഞു ഗാർബേജ് ഷൂട്ടാണ് ചെയ്യുന്നത്. ഒരു വിധത്തിൽ ഗാർബേജ് ഷൂട്ടൊന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാര്യം അവർക്ക് അവരുടെ ലാംഗ്വേജിൽ എനിക്ക് പറയാൻ പറ്റുന്നില്ല. അത് ഞാൻ അവസാനം ഓരോ ഇതെടുത്ത് കാണിച്ചു. അപ്പം നിനക്ക് ഒരു മെറ്റലിൻ്റെ എന്ത് സാധനങ്ങളും റിക്വസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കാവുന്ന ഒരു ലൈസൻസ് എടുക്കാൻ പറഞ്ഞു. അതായത് മെറ്റലിൻ്റെ എന്ത് ബിൽഡിംഗ് മെറ്റീരിയലായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് മെറ്റീരിയലും സപ്ലൈ ചെയ്യുന്നതിനുള്ള ഒരു ലൈസൻസ് തരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ദുബായ് ഇന്റർനാഷണൽ മെറ്റൽ ബിൽഡിംഗ് റിക്വസിസ് ട്രേഡിംഗ് എന്നുള്ള ഒരു നെയിം വന്നത്. അപ്പം ദുബായ് ഇന്റർനാഷണലിൽ നിന്ന് ആദ്യം കിടക്കുന്നതുകൊണ്ട് ബാക്കി ചെക്കുകളും ക്ലിയർ ആയി. അത് ശരി. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അജ്മാനിലേക്കാണ് ആദ്യം അജ്മാനിലാണ് തുടങ്ങിയത്. അത് ഈ ഗാർബേജ് ഷൂട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കാരണം വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണത്. കാരണം നമ്മുടെ ഏതൊരു ബിൽഡിങ്ങിലും ഒരു ഗാർബേജിൻ്റെ 2 സ്റ്റോറി മുതലുള്ള എല്ലാ ബിൽഡിങ്ങിലും കമ്പൽസറി ആണ് യു എയിൽ. അപ്പോൾ അത് നമ്മൾ ഡിസൈൻ ചെയ്യുന്നതും നമ്മൾ അതിൻ്റെ മാനുഫാക്ചറിങ് സെക്ടറിലും നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ ജോലി. തീർച്ചയായിട്ടും. അതിൻ്റെ റോ മെറ്റീരിയൽ മാനുഫാക്ചർ ചെയ്യാനായിട്ട് ഗാർബേജ് ഷൂട്ടിൻ്റെ ആ റോ മെറ്റീരിയൽ എന്താ? നമ്മൾ 304 1.5 തിക്നെസ്സിൻ്റെയാണ് സ്റ്റാൻഡേർഡായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. മെറ്റൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ 1.5 തിക്നെസ് ആണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. പിന്നെ ഗാർബേജ് ട്രോളി ഉണ്ടാക്കുന്നുണ്ട്. 1.1 ട്രോളി നമ്മളുണ്ടാക്കി. 2.5 ഇത് രണ്ടുമാണ് പ്രൊഡക്ഷൻ ഉള്ളത്. അത് അജ്മാനിലാണ് അതിൻ്റെ മാനുഫാക്ചറിങ് എല്ലാം. പിന്നെ ദുബായിലേക്ക് നമ്മൾ മൈഗ്രേറ്റ് ചെയ്യുന്നത് ദുബായിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വർക്ക് അന്നും ഉണ്ടായിരുന്നത്. അപ്പം ദുബായിൽ മുനിസിപ്പാലിറ്റിയുടെ അനുസരിച്ച് ദുബായിൽ ഇത് ചെയ്യുമ്പോൾ ദുബായിയുടെ ലൈസൻസ് ഉള്ളവർ തന്നെ വേണം എന്നുള്ളൊരു ഇതുണ്ട്. അപ്പോൾ ആ ലൈസൻസിന് വേണ്ടിയിട്ടാണ് നമുക്ക് 2 വർഷങ്ങൾക്ക് മുമ്പാണ് ദുബായിലേക്ക് 2 വർഷങ്ങൾക്ക് മുമ്പ്. അതെ. ചില പ്രൊജക്റ്റുകൾ നമുക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നു ദുബായ് ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട്. അപ്പം ദുബായിലോട്ട് ലൈസൻസ്. ശരിക്കും നമ്മൾ ഒരു വർക്ക് നമ്മൾ കമ്മീഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒരു ടൈംലി കംപ്ലീഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതൊരു ഈ ഒരു മേഖലയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതുമാണ്. കാരണം ഈ ഒരു ഗാർബേജ് ഷൂട്ടിൻ്റെ ആ ഒരു ഏരിയ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ മറ്റുള്ളവർക്ക് ആ ഒരു വർക്ക് പ്രോസസ്സ് ചെയ്യാൻ സാധിക്കൂ. അപ്പോൾ ആ ഒരു ടൈംലി കംപ്ലീഷൻ അതെങ്ങനെയാണ് സാധിക്കുന്നത്? നമുക്ക് ആദ്യം എന്ന് പറഞ്ഞാൽ നമുക്ക്
ആദ്യം ഇതിൻ്റെ ഒരു അഡ്വാൻസ് അതിൻ്റെ ഡ്രോയിങ്ങും ഇതെല്ലാം കൊടുത്ത് പ്രൊഫൈലും കമ്പനി പ്രൊഫൈല് പ്രീ ക്വാളിഫിക്കേഷൻ ഇതെല്ലാം കൊടുത്ത് അഡ്വാൻസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു 15 ഡേയ്സിനുള്ളിൽ സാധനം മെറ്റീരിയലിൻ്റെ സൈറ്റിലെത്തിക്കും. നമ്മളതിനൊപ്പം ചാർട്ട് കൊടുത്തിരിക്കും. ഇന്ന ദിവസം നമ്മുടെ മെറ്റീരിയൽ വരും, ഇന്ന ദിവസം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യും. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ കോൺട്രാക്ട് സൈഡിൽ നിന്ന് കുറച്ച് ചില വർക്കുകളുണ്ട്, പ്ലംബിങ്ങും ഇലക്ട്രിക്കലും, അത് അവരാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇന്ന ദിവസത്തിനുള്ളിൽ ഫിക്സ് ചെയ്ത് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ തന്നു കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ വിത്തിൻ 7 ഡേയ്സിൽ നമ്മൾ അതിൻ്റെ ഡോറ് ബാക്കിയുള്ള ആക്സറീസ് എല്ലാം ഫിറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്തിരിക്കും. ഒരു പ്രാവശ്യം നമ്മളുമായിട്ട് ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ അവരുമായിട്ടുള്ള നല്ല റിലേഷൻ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? നമ്മൾ അവരുടെ ടൈമിൽ അവരെപ്പം വിളിച്ചാലും അവർക്ക് അവൈലബിൾ ആയിരിക്കും. ഏത് ടൈം വിളിച്ചാലും അവിടെ സൈറ്റിൽ ചെന്ന് അവർക്ക് വേണ്ട ഡീറ്റെയിലും എങ്ങനെയാണ് അവർക്ക് എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും നമ്മൾ സോൾവ് ചെയ്ത് കൊടുത്തിരിക്കും. ഏതൊരു പ്രസ്ഥാനത്തിൻ്റെയും ബാക്ക് ബോൺ എന്ന് പറയുന്നത് അവിടുത്തെ എംപ്ലോയീസ് ആണ്. തീർച്ചയായിട്ടും താങ്കളുടെ കരിയർ ആരംഭിക്കുന്ന ഒരു എംപ്ലോയി ആയിട്ടാണ്. അതെ അതെ. അപ്പോൾ ഒരു എംപ്ലോയർ റിലേഷൻഷിപ്പ് ബിസിനസിൻ്റെ ഡെവലപ്മെൻറ്റ്സിനെ എത്രത്തോളം സഹായിക്കുന്നുണ്ട്? തീർച്ചയായിട്ടും നമുക്ക് പലർക്കും ഇല്ലാത്ത പോകുന്ന ഒരു കാര്യം അതാണ്. എംപ്ലോയറും എംപ്ലോയിയും തമ്മിലുള്ള ഒരു ബന്ധം കീപ്പ് ചെയ്യാൻ പറ്റില്ല. കാര്യം അവരുടെ ബുദ്ധിമുട്ട് എന്താണ്, അവർക്ക് എന്തൊക്കെയാണ് ആവശ്യം, ടൈമിലി സാലറി ആയാലും ബാക്കിയുള്ള കാര്യങ്ങളായാലും അവർക്ക് പേഴ്സണലിനുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടായാലും അതിനകത്തൊക്കെ നമ്മൾ കൈയടത്തി അവരുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ ഉണ്ടെങ്കിൽ അവരുമായിട്ട് നല്ല ബന്ധം കീപ്പ് ചെയ്യാൻ പറ്റും. അവരുടെ ഒരു ഔട്ട്പുട്ട് വന്നെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാം കൃത്യമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഈ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് രാജ്യങ്ങളിലുള്ളവർ ജോലി ചെയ്യുന്നുണ്ടാവും. തീർച്ചയായിട്ടും എൻ്റെ കൂടെ ഫിലിപ്പൈൻസ് ഉണ്ട്, പിന്നെ ആഫ്രിക്കൻ രാജ്യത്തെ ഉണ്ട്, പിന്നെ ആന്ധ്ര, നമ്മുടെ ഇന്ത്യയിലുള്ള അങ്ങനെ ഒട്ടനവധി പേരുടെ ഒരു സഹകരണം നമ്മുടെ ജോലിയിലുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഈ ഒരു രാജ്യം നമുക്ക് നൽകിയൊരു സ്നേഹമുണ്ട്. മറ്റുള്ളവർ അംഗീകരിക്കുന്ന കാര്യത്തിൽ ഏറ്റവും മുൻപന്തി നിൽക്കുന്ന രാജ്യമാണ് UAE. അപ്പോൾ ഇവിടെ വന്ന് നമുക്ക് ജോലി ചെയ്യാനും ബിസിനസ് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം, ഒരു ഫ്രീഡം നമുക്ക് ഇവർ തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും. എത്രത്തോളമാണ് ഈ രാജ്യവും ഇവിടുത്തെ ഭരണാധികാരികളും താങ്കളുടെ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുള്ളത്? നമുക്ക് ഏത് അവരുടെ ഗവൺമെൻറ് തലത്തിലുള്ള ഏത് ആവശ്യങ്ങൾക്ക് എന്നാലും അവിടെ ഒരു ഡിലേ ആയാലും ഒന്നും ഉണ്ടാവാറില്ല. നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഒരു ക്യൂ നിന്ന് അല്ലെങ്കിൽ എത്ര പേരെ കണ്ടാണ് നമ്മുടെ ഫയലുകളൊന്നും നീങ്ങി കിട്ടുന്നത്. നമുക്കൊരാളുടെ വിസ എടുക്കണമെങ്കിൽ തന്നെ ഇത് വിത്തിൻ മണിക്കൂറുകൾക്കകം നമുക്ക് വിസ നമുക്ക് കൈ കിട്ടും. അപ്പം ഈ രാജ്യത്തിന്റെ ഭരണാധികളെ ഒരു സിസ്റ്റം ഉണ്ട്, ട്രാൻസ്പെറൻസിയാണ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് നമുക്ക് ഒരു ഗ്യാരണ്ടി ഉണ്ട്. അത് തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ നമ്മളൊരു സിഗ്നേച്ചർ കൊടുക്കാൻ സാധിച്ചാൽ മാത്രമേ നമ്മൾ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. നമ്മുടെ ഒരു ടെമ്പററി അല്ല, നമ്മൾ പെർമനൻ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് നമ്മുടെ ജോബ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമ്മൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ കസ്റ്റമേഴ്സിന് നമ്മൾ സ്പെഷ്യലൈസ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്? കസ്റ്റമേഴ്സിനെ എപ്പോഴും അവരുടെ സാറ്റിസ്ഫാക്ഷൻ സൈഡ് നമ്മൾ ക്ലിയർ ചെയ്ത് പോയേ പറ്റൂ. അവരാണ് നമുക്ക് മെയിനായിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് അവരുടെ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് നമുക്കിപ്പം ഒരു വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അവർക്ക് എന്തെങ്കിലും വേരിയേഷനോ കാര്യങ്ങളോ മാറ്റണമെങ്കിൽ തന്നെ വളരെ ലിമിറ്റഡായുള്ള ഇത് വെച്ച് തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. അത് വൺസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാലും പിന്നീട് നമ്മൾ സർവീസും കാര്യങ്ങളും എല്ലാം നമുക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ അതിനുള്ള ടീമുണ്ട്. അതാണ് നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്താണ്? കാരണം നമ്മുടെ ഒരു വർക്ക് നമ്മൾ ഒരു മാർക്കറ്റിൽ നിൽക്കുമ്പോൾ ഒരുപാട് കോമ്പറ്റീഷനുള്ള ഒരു മേഖലയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്താണ്? ഇത് നമുക്ക് ഒരുപാട് ഇപ്പം പണ്ട് നല്ല റേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ റേറ്റിലാണ്. മെറ്റീരിയലിന് വില ഒരിക്കലും കുറയുന്നില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അവർക്ക് വർക്ക് ചെയ്ത് ഫിനിഷ് ചെയ്യുക എന്നുള്ളതാണ് അവരുമായിട്ടുള്ള ഒരു റിലേഷൻ വരാനും ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു. നല്ല സർവീസും കൊടുക്കാൻ പറ്റുന്നത്. നമ്മൾ ചെങ്ങമനാടിലേക്കാണ് ഇനി പോകുന്നത്. ചെങ്ങമനാടാണ് നമ്മളെ മോൾഡ് ചെയ്തത്. കാരണം അവിടുത്തെ സൗഹൃദങ്ങളിൽ ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന പ്രിയൻ ആണ്. കാരണം സുഹൃത്തുക്കളില്ലാത്ത ഒരു പ്രിയൻ ആ കാലഘട്ടത്തിൽ ഇല്ലായിരുന്നു. കാരണം സൗഹൃദങ്ങളെ വേർപിരിഞ്ഞ് പോകുന്നതിൽ തന്നെയായിരുന്നു അന്ന് 95 കാലഘട്ടത്തിൽ പ്രിയൻ്റെ ഏറ്റവും വലിയ വേദനയായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മളെ മോൾഡ് ചെയ്തെടുത്തു ഇപ്പോൾ അല്ലേ? കാരണം എന്ന് വെച്ചാൽ എല്ലാം നമുക്ക് മറക്കാനും സഹിക്കാനും അല്ല ആ വേർപാടിനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനും സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സൗഹൃദം എത്രത്തോളം താങ്കളുടെ ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് മോൾഡ് ചെയ്തിട്ടുണ്ട്?
നമ്മളിപ്പം ഓരോ ബുദ്ധിമുട്ടുകൾ എടാ നമ്മൾ ഓരോരുത്തരെ ചെന്ന് വിളിക്കുമ്പോൾ എടാ ഈ നമുക്ക് ഇന്ന രീതിയിൽ ബുദ്ധിമുട്ടുണ്ട് നിൽക്കാൻ പറ്റുമെന്ന് എടാ നീ നിൽക്കണം, നീ എങ്ങനെ പിടിച്ചെന്നേ പറ്റൂ, നീ കളഞ്ഞിട്ട് വരാനുള്ളതല്ല എന്നൊക്കെ പറഞ്ഞ് അവർ നമ്മളെ പ്രോത്സാഹിപ്പിക്കാറുണ്ടായിരുന്നു. അതൊക്കെ തന്നെയാണ് നിൽക്കാനുള്ള ഒരു നല്ല സുഹൃത്തുക്കളുണ്ട്. തീർച്ചയായിട്ടും ഇന്നും നല്ല സുഹൃത്തുക്കൾ പോയാലൊക്കെ അവരുമായിട്ടൊക്കെ നല്ല സൗഹൃദം കീപ്പ് ചെയ്യുന്നുണ്ട്. നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ ടൈം അവരുമായിട്ടാണ് സ്പെൻഡ് ചെയ്യുന്നത്. അത് തന്നെയായിരിക്കും കുടുംബത്തിന്റെ പരാതി. മോസ്റ്റ്ലി എല്ലാവരുമായിട്ടും നല്ല ബന്ധം സൂക്ഷിച്ചു പോകുന്നു. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച 2 വ്യക്തികൾ എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും തന്നെയാണ്. ഒരു ഹോമിയോ ഡോക്ടറായ അച്ഛൻ, അതോടൊപ്പം തന്നെ നമുക്ക് പിന്തുണ നൽകിയ അമ്മ. എത്രത്തോളമാണ് താങ്കളുടെ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുള്ളത്? അച്ഛൻ എന്ന് പറയുമ്പോൾ പുള്ളി വലിയ ഹോമിയോ ഡോക്ടറാണ്. വലിയ സാമ്പത്തികമായിട്ട് വലിയ രീതിയിലൊന്നും ഉള്ള വ്യക്തിയല്ല. എങ്കിലും നമുക്ക് എല്ലാം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പുള്ളി പറയും എനിക്ക് വാച്ച് വേണം അച്ഛൻ, എനിക്കൊരു വാച്ച് വേണം. അത് നീ നിനക്ക് ജോലി കിട്ടുമ്പോൾ നീ ആദ്യത്തെ ശമ്പളത്തിൽ നിന്ന് വാങ്ങിച്ചാൽ മതി, എൻ്റെ രീതിയിൽ എനിക്ക് ഇങ്ങനെ വളർത്താൻ പറ്റൂ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് പുള്ളി. അത് തന്നെയാണ് ഏറ്റവും വലുത്. കാര്യം നമുക്ക് നേടുക എന്നുള്ള ഒരു പാഠമാണ് അതിൽ നിന്ന് കിട്ടുന്നത്. 2 പെങ്ങന്മാരുണ്ടായിരുന്നു. ഈ ഗൾഫ് രാജ്യത്തോട് വന്നതിന് ശേഷമാണ് ആ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നിർവഹിക്കാൻ കഴിഞ്ഞു. അതെ തീർച്ചയായിട്ടും. ആ ഗൾഫിൽ വന്നതുകൊണ്ടാണ് അവരെ നല്ല രീതിയിൽ എനിക്ക് അയക്കാൻ പറ്റുന്നത്. അവരെ പഠിപ്പിച്ചതും ഒരു ഞാൻ തന്നെയാണ്. എൻ്റെ ഇളയ സിസ്റ്റർ SBIയിലെ മാനേജറാണ്. അതിൻ്റെ അടുത്ത ആൾ പിന്നെ ഹയർ സെക്കൻഡറി ടീച്ചറാണ് അഞ്ചാലമൂട്ടിൽ, മറ്റേ ആൾ എറണാകുളത്തും. ശരിക്കും ആ ഒരു റെസ്പോൺസിബിലിറ്റി താങ്കൾ ഏറ്റെടുത്തിരുന്നു. ആ തുടക്കകാലം എന്ന് പറയുന്നത് അങ്ങനെ ആയിരുന്നു എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടം തന്നെയായിരുന്നു. അവിടെ പിടിച്ചു നിൽക്കുക എന്നുള്ളത് തന്നെയായിരുന്നു നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻ. അതെ തീർച്ചയായിട്ടും. അത് നിന്നതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇങ്ങനെ ഒരു ബിസിനസ് സംരംഭത്തിനും തുടക്കം കുറിക്കാൻ കഴിഞ്ഞത്. നമ്മൾ ഓരോ കാര്യങ്ങളും വെയിറ്റ് ചെയ്ത് നമ്മുടെ സമയം വരുന്നത് കണക്ക് വെയിറ്റ് ചെയ്തിരിക്കാനുള്ള ഒരു മനസ്സുണ്ടാവണം ആദ്യം. അതാണ് അതുണ്ടായിരുന്നു. തീർച്ചയായിട്ടും. ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് നമ്മുടേതായ റിസൾട്ട് കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. തീർച്ചയായിട്ടും. കാര്യം ഇതിന് മെയിൻ ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ജോലി ചെയ്യുന്നിടത്ത് നമുക്കൊരു എതിരുണ്ടാവണം എപ്പോഴും. കാര്യം നമ്മൾ ഒരു ഓപ്പോസിറ്റ് ഉണ്ടാവണം. എങ്കിലേ നമുക്കൊരു നമ്മൾ അന്നേരം നോക്കും നമ്മളെ ഇവൻ എന്തിനാണ് ഇങ്ങനെ എപ്പോഴും ആക്രമിക്കുന്നത് എന്നുള്ള തോന്നൽ നമുക്ക്. പക്ഷെ അതിൽ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എനർജി നമുക്ക് ഉണ്ടാകുന്നതാണ്. ഇത് അന്ന് ഓപ്പോസിറ്റ് നിന്ന ആളെയാണ് നമുക്ക് ഏറ്റവും അധികം മനസ്സിൽ ആരാധിക്കാൻ തോന്നുന്നത്. കാരണം അതുകൊണ്ട് തന്നെയാണ് നമുക്ക് വാശിയും, കാരണം ജോലി ചെയ്യുകയും പഠിക്കാനുള്ള ആഗ്രഹം ഉണ്ടായത്. തീർച്ചയായിട്ടും. വിവാഹം കഴിച്ചു. 3 കുട്ടികൾ. മൂത്താള് കീർത്തന, മോള് 8ാം ക്ലാസ്സിൽ അവറോൺ ഇംഗ്ലീഷ് സ്കൂളിൽ ഷാർജയിൽ. രണ്ടാമത്തെ ആള് വിനായക്, മോനെ 4ാം ക്ലാസ്സിലാണ്, അവനും അവറോണിൽ. ഇളയാള് വിസ്മയ്, അവൻ അവറോണിൽ 3ാം ക്ലാസ്. ഒരു സന്തോഷമായ ഒരു കുടുംബ ജീവിതവും താങ്കളുടെ ബിസിനസ് ജീവിതത്തെ, കാരണം ഒരുപാട് സ്ട്രഗിൾ ചെയ്ത സമയത്തും കുടുംബത്തിൻ്റെ ഒരു വലിയൊരു പിന്തുണ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും. 2 പേരും ജോലിക്കാരാണ്. പുള്ളിക്കാരിക്ക് ഷിഫ്റ്റ് ഡ്യൂട്ടിയാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പം കാണുന്നത് തന്നെ വളരെ റെയറാണ്. ഞാൻ ചിലപ്പം വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് പുള്ളിക്കാരി ഉണ്ടാവില്ല. ആ ഒരു മാനേജിങ് സിസ്റ്റം ഉണ്ടായിരുന്നു. കാരണം നൈറ്റ് ഡ്യൂട്ടി ഇരിക്കുന്ന സമയം കുട്ടികളുടെ കാര്യം നോക്കാനും നമ്മൾ എല്ലാത്തിലും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ തയ്യാറായിരുന്നു എന്നുള്ളത്. അല്ല, എന്നെ സംബന്ധിച്ചോളം എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ വീട്ടിൽ ഒരു ഹൗസ് മെയ്ഡ് ഉള്ളത് കാരണം പല കാര്യങ്ങളും പിള്ളേരുടെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പോരായ്മയും. അത് പോരായ്മ തന്നെയാണ്. പക്ഷെ അതൊരു ബിസിനസ്സിനെ ഒരു ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യത്തിലായിരുന്നു മെയിനായിട്ട്. തീർച്ചയായിട്ടും. ഓരോ മീറ്റിങ്ങും കാര്യങ്ങളും കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ലേറ്റാവും. അപ്പം പിള്ളേരുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ കുറയും. അത് എല്ലാവർക്കും പറ്റുന്ന ഉള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പോൾ ഒരു വിധത്തിൽ അതൊന്ന് ഇപ്പോൾ ഒരു സെറ്റിലായി. കാര്യം ഇതിനു മുമ്പിട്ടതായിരുന്നു. ഇപ്പം നമുക്ക് വേണ്ട രീതിയിലുള്ള ടൈമിങ് കിട്ടുന്നുണ്ട്. ഇനിയുള്ള കാരണം നമുക്ക് ഓരോ ആഗ്രഹങ്ങളുണ്ട്, ഓരോ പ്രതീക്ഷകളുണ്ട്. 1995 ഒക്ടോബർ മാസം 20-ാം തീയതി 21-ാം തീയതി അതെ ഒക്ടോബർ മാസം 20-ാം തീയതി ഈ രാജ്യത്ത് വന്ന് ഇറങ്ങുമ്പോൾ നമുക്കൊരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളായിരുന്നു. കാരണം ഒരു ജോലിയിൽ നേടുന്ന ഇൻകം കൊണ്ട് കുടുംബത്തെ സംരക്ഷിക്കുക, നമ്മൾ അച്ഛനെ അമ്മയെ നല്ല രീതിയിൽ നോക്കുക. അത് കഴിഞ്ഞൊരു കാലഘട്ടം കഴിയുമ്പോൾ നമ്മൾ വിവാഹം കഴിക്കുമ്പോഴത്തേക്ക് പിന്നെയും നമ്മുടെ റെസ്പോൺസിബിലിറ്റി കൂടുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഈ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ. അപ്പോൾ ഒരു ഇത്രയും നാളത്തെ 23 വർഷത്തെ പ്രവാസ ജീവിതം ഒന്ന് റിവേഴ്സ് ചെയ്യുമ്പോൾ ആർ യു ഹാപ്പി? തീർച്ചയായിട്ടും 100% ഹാപ്പി തന്നെയാണ്. കാര്യം ഒന്നുമില്ലാത്തടത്ത് നിന്ന് നമ്മൾ ഈ രാജ്യം നമുക്ക്
കാര്യങ്ങൾ ഒരുപാട് തന്നു കഴിഞ്ഞു. പിന്നെ നമ്മൾ ആഗ്രഹിച്ചതിനെക്കാട്ടി കൂടുതൽ തന്നു. പിന്നെ നമ്മൾ ഹാപ്പി. അതുകൂടാതെ തന്നെ മറ്റുള്ള സാമൂഹിക പ്രവർത്തനങ്ങളിലും പ്രിയദാസിൻ്റെ പ്രസൻസ് ഉണ്ട്. ഇവിടുത്തെ SNDPയുടെ എക്സിക്യൂട്ടീവ് മെമ്പറാണ്, കൗൺസിലാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അല്ലെങ്കിൽ അവധി ദിവസങ്ങളിൽ അങ്ങനെയുള്ള സാമൂഹിക പ്രവർത്തനങ്ങളിലും സമയം കണ്ടെത്താറുണ്ട്. തീർച്ചയായിട്ടും. ഇനിയുള്ള സ്വപ്നം എന്താണ്? ഇനിയും നമുക്ക് കൂടുതൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ അടുത്ത ഒരു സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡ്രൈ സോർട്ടർ എന്ന് പറഞ്ഞൊരു സംഭവമാണ്. ഈ ഗാർബേജ് ഷൂട്ടിനകത്ത് തന്നെ വേസ്റ്റ് ഇടുമ്പോൾ തന്നെ സെപ്പറേറ്റ് ആയിട്ട് പോകുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അതിൻ്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അത് പുതിയ ടെക്നോളജിയാണ്. നമ്മൾ വേസ്റ്റ് ഗാർബേജിലേക്ക് ഡംപ് ചെയ്യുമ്പോഴത്തേക്കും അത് താഴെ ചെല്ലുമ്പോഴത്തേക്ക് താഴെ ഒരു ഡ്രമ്മിനകത്ത് പല ഇതായിട്ടാണ് ഡിവൈഡ്. അതിൻ്റെ ഒരു സ്റ്റഡിയിലാണ്. അതിപ്പം മെഷീനറി ഇറക്കാനുള്ള ഒരു പരിപാടിയായിട്ടിരിക്കുന്നത്. അത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യാനാണ് അതിൻ്റെ ഒരു തയ്യാറെടുപ്പിലാണ്. അതിന് സാധിക്കട്ടെ. കാരണം ഒരുപാട് ഉയരങ്ങളിലേക്ക്, കാരണം ഇനിയും കമ്പനി വളർന്ന് വലുതാവട്ടെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റും കൂടിയാണ്. തീർച്ചയായും ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം അതെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് പേർക്ക് ജോലി കൊടുക്കുവാനും ഇനിയുള്ള ഫ്യൂച്ചറിൽ ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് കമ്പനിക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിഷ് യു ആൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.